എല്ലാവർക്കും നമസ്കാരം. BJP കേരളയുടെ ബിഹാഫിൽ ഞാൻ കിരൺ റിജിജുവിനെ കേരളത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഏപ്രിൽ 14 നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ അംബേദ്കർ ജയന്തി ആയിരുന്നു. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയുടെ ആഘോഷവും അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ആർക്കിടെക്റ്റും ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇന്ന് അംബേദ്കർ ജയന്തിൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ യോഗത്തിൽ ഇരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ പറ്റി ഒരു ഓർമ്മിപ്പിക്കാൻ ഒരു അവസരവുമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉണ്ട്. റൈറ്റ് ടു ഫ്രീ സ്പീച്ച്, റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ, അതിൻ്റെ ഒപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി, അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതൊന്ന് ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വർഷങ്ങളിൽ ഈ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോപ്പർട്ടി ഗ്രാബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു നിൽക്കുന്ന CPM-ഉം കോൺഗ്രസ് പാർട്ടിയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാൻ അവർ മുമ്പോട്ട് വന്നില്ല. മുനമ്പങ്ങളെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അപ്പോഴും അവർ വാഗ്ദാനം അല്ലാണ്ട് ഒരു ചെറിയ സൊല്യൂഷൻ, അതിനെ പരിഹരിക്കാൻ ഒറ്റ സജഷൻ അവർ മുമ്പോട്ട് വെച്ചില്ല. ഈ വഖഫ് ബിൽ, കിരൺ റിജിജുവിൻ്റെ ലീഡർഷിപ്പിൽ വഖഫ് ബില്ലിൻ്റെ ഡിബേറ്റിൻ്റെ സമയത്ത് അതേ കോൺഗ്രസും CPM-ൻ്റെ MPs പാർലമെന്റിൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരവും മുമ്പോട്ട് വെച്ചില്ല. വഖഫ് ബില്ല് പാസ്സായി, അത് ഇന്ന് ലോ ഓഫ് ദ ലാൻഡാണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പാർട്ടീസ് എന്താ ചെയ്യുന്നത്? ഇന്നലെ VD സതീശൻ ജി ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഇറക്കി. വഖഫ് ട്രിബ്യൂണലിന്റെ ഡിസിഷനെ സ്റ്റേ ചെയ്യാൻ ഹൈക്കോർട്ട് പോകുന്നത് CPM സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു റിവെഞ്ച് രാഷ്ട്രീയമാണ് എന്ന് VD സതീശൻ പറയുന്നു. അപ്പോൾ ഞാൻ VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്വാഗതം ചെയ്യുന്നു. അത് ശരിയാണ്. ഇതിനെപ്പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്താണ് റിയാക്ഷൻ? നിങ്ങളെല്ലാവരും അവരോട് പോയി ചോദിക്കണം. അപ്പോൾ CPM അവരുടെ ഒരു ഗൂഢാലോചന എങ്ങനെയെങ്കിലും, ഇത് ലോ ആയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും മുനമ്പൻ ജനങ്ങളെ വഞ്ചിക്കണം. അവരുടെ ഈ അവകാശം, ഈ ലോയിൽ പറയുന്ന അവകാശം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അവകാശം എങ്ങനെയെങ്കിലും അവരുടെ പ്രീണ രാഷ്ട്രീയത്തിന് വേണ്ടി, CPM-ന്റെ പ്രീണ രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ ഡിനൈ ചെയ്യണം. അത് CPM ചെയ്യുന്നു. മറ്റോടത്ത് നമ്മുടെ കോൺഗ്രസ് സഖാവുമാര് ചെയ്യുന്നത് എന്താ? നുണ പറയാ. ഈ ആക്ടിന്റെ ഒരു ഇഫക്റ്റും മുനമ്പൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയാ. അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സുപ്രീം കോർട്ട് പോകുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീന്റെ റൈറ്റ്സും അവകാശവും അതിൽ ഇഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിന്റെ UDF ആയ പാർട്ട്ണർ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് സുപ്രീം കോർട്ട് പോയിട്ട് ചാലഞ്ച് ചെയ്യുന്നു? അതുകൊണ്ട് ഇതെല്ലാം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ വിഷമം, ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനും, അത് കോൺഗ്രസ് അവരുടെ ഒരു പ്രയാസം, അവരുടെ ഒരു എഫേർട്ട്. VD സതീശൻ പറഞ്ഞ മാതിരി ഇന്നലെ CPM ഒരു ഗൂഢാലോചന നടത്തുന്നു. എങ്ങനെയെങ്കിലും ഈ ആക്ടിന്റെ ബെനിഫിറ്റ് മുനമ്പൻ ജനങ്ങളുടെ
പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പാടില്ല എന്ന് അവരുടെ ഒരു ഗൂഢാലോചന. No, one second. No. I understand that there is a propaganda that has been spread and it is also impacted. No, one second. Let me speak. Please give me some. There is a case, there is an ongoing dispute. As the minister said, the law that has been passed by the parliament shows the intent of parliament vis-a-vis any attempt by the Waqf board to seize private property. The law is clear. The minister has also made clear that in future there will be no repeat. Nobody will have to go bow their heads in front of any Waqf board or any Muslim league in the future. Now, insofar as this dispute is concerned, every court that is adjudicating a dispute, including the Munambam dispute, is aware of what the law is. You are right. If a judge decides to go rogue and say we will ignore the law, that is a dispute. No. But let me finish. I have greatest respect for your knowledge on this. A legal dispute, wherever it is in whatever domain, will not be overturned. When the matter is sub judice in a court, there is no power, nothing that the parliament can do to shortcut, to use your phrase, an existing legal dispute. That is that adjudicating body's responsibility and authority to preside over that adjudication. In this particular case, it is the tribunal and the high court. However, the tribunal and the high court, as the honorable minister has said, the tribunal will be reconstituted to be much more neutral, much more understanding of the law. And second of all, in any court, if there is an attempt to misread or ignore the law that has been passed by the parliament, the government has at every occasion the ability to implead and clarify what the law is. But to answer your question, is there a magic wand? There was not. Are the people of Munambam closer to a resolution of a dispute in their favor? Yes.